പ്രണയവസന്തം. രചയിതാവ് വിപിന ആനന്ദ്. ഭാഗം 7. തുടർച്ച. താൻ എന്തു ചെയ്യുമെന്നാ പറയുന്നത്? തൃഷ കോപത്തോടെ ചോദിച്ചു. അവൻ അവളെ അടിമുടി നോക്കി. എന്തോ അവൾക്കത് പിടിച്ചില്ല. താൻ എന്താ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെപ്പോൾ ഒരെണ്ണം അതാദ്യമായിട്ടാ. അന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നട്ടലുള്ള ആണുങ്ങളോട് കളിക്കരുത് എന്ന്. ചെയ്യാത്ത കുറ്റത്തിന് നീ എന്നെ കള്ളനാക്കി. ഇനി ചെയ്തിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. റോഷൻ അവളുടെ അരികിലേക്ക് വന്നു. തൃഷയുടെ മുഖം വിളറി വെളുത്തു. എവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കേണ്ടേ? മോനെ റോഷ, എൻ്റെ മോൾ ഒന്നും ചെയ്യരുത്, സരസ്വതി കരഞ്ഞു പറഞ്ഞു. പക്ഷേ എന്താ പറയുന്നത് എന്നും പ്രവർത്തിക്കുന്നത് എന്നും അവനും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ എലിഞ്ഞിക്കാടനൊന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അത് ഈ എലിഞ്ഞിക്കാടന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. റോഷന്റെ കാല് ഈ അമ്മ പിടിക്കാം. എന്റെ മോളെ വെറുതെ വിട്. ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ ഇഷ്ടം പോലെ മാത്രമേ ഞാൻ ചെയ്യൂ. ശേഖരമേനോൻ ആകെ കുഴഞ്ഞ് ആടിയാടി നിൽക്കുകയാണ്. എന്റേതെന്ന് കരുതിയിരുന്ന പലതും താൻ സ്വന്തമാക്കി. ഇനി നിന്റേതെന്ന് കരുതുന്ന പലതും ഞാൻ സ്വന്തമാക്കാൻ പോകുകയാണ്. തുടക്കം ഇവിടെ തന്നെ തുടങ്ങട്ടെ ശേഖരമേനോനെ. ഇനി തനിക്കുള്ള നീതി ഞാൻ നടത്തും. തൃഷ ലിബിൻ റോഷനെ തട്ടിമാറ്റി മുൻപോട്ടേ കൂടി. എടി, അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടാലോ? ഒരിക്കലെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. തൃഷ സ്റ്റെയർ കേസ് ഓടിക്കയറി വാതിൽ വലിച്ചടക്കാൻ പോകുമ്പോഴേക്കും ലിബിൻ റോഷൻ വാതിൽ തള്ളി തുറന്നു. അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടാലോ നീ? റോഷൻ വാതിലിന്റെ ബോൾട്ടിട്ടു. അവൾ വിറക്കുകയായിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അവൾ കൈ കൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നാളെ നീ ഇതിനേക്കാൾ വലിയ പ്ലാനുമായി എൻ്റെ മുന്നിൽ വരില്ലേ തൃഷ? റോഷ പ്ലീസ്, എന്നെ വെറുതെ വിടൂ. അപ്പോൾ നിനക്ക് ഭീഷണിയുടെ സ്വരത്തിലല്ലാതെ സംസാരിക്കാൻ അറിയാമല്ലേ ഡി? പപ്പ പപ്പ, അവൾ ഉറക്കെ വിളിച്ചു. വിളിച്ചലറേണ്ട, അയാൾക്ക് തനിയെ നിൽക്കാൻ കഴിയുന്നില്ല. ഇലഞ്ഞിക്കാടിനെ കുടുക്കിയ സന്തോഷം ആഘോഷിച്ചതല്ലേ നിങ്ങൾ? അപ്പോൾ ഇലഞ്ഞിക്കാടിന്റെ സന്തോഷം അത് ഇന്ന് നീയാ. മാൻപേടകളെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കണം. ഈ രാത്രി നമുക്ക് മാത്രമുള്ളതല്ലേ. മോള് മടിച്ചു നിൽക്കാതെ ഇച്ചായന്റെ അരികിലേക്ക് വാ. തൃഷയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ലിബിൻ റോഷൻ അരികിലേക്ക് വരുംതോറും പിന്നിലേക്ക് മാറുകയായിരുന്നു തൃഷ, പേടിച്ചു വിറച്ച മാൻപേടയെ പോലെ. ഇന്ന് കയ്യിൽ കെട്ടിയിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ ഇനി ഒരു നാൾ നീ ഇതിനേക്കാൾ വലിയ വല എനിക്ക് വേണ്ടി വിരിക്കും, എന്നെ കുടുക്കാനായി. അത് പാടില്ല. റോഷൻ അരികിലേക്ക് വന്നപ്പോൾ പിന്നിലേക്ക് വന്നവൾ കിടക്കയിലേക്ക് വീണുപോയി. അവളുടെ മുഖത്തെ ഭയവും ആ കിടപ്പും ഉയർന്നു താഴുന്ന മാറിടങ്ങളും. റോഷന് ചിരി വന്നു അവളുടെ ഭാവങ്ങൾ കണ്ട്. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. എന്താണ് താൻ ചെയ്യുന്നതെന്ന് അവന് തന്നെ ഉറപ്പില്ല. തന്റെ സിരകളിലെ രക്തം ചൂടാകുന്നുവോ? റോഷന്റെ കണ്ണുകൾ തെറ്റിയപ്പോൾ തൃഷ എഴുന്നേറ്റ് വാതിലിന്റെ അരികിലേക്ക് ഓടി. അവനെ വാശി കയറി. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കേണ്ട മോളെ, അതിന് നിന്നെ ഞാൻ വിടില്ല. അവൾ വാതിൽ ചാരി അങ്ങനെ അങ്ങ് നിന്നുപോയി. റോഷൻ അവളുടെ കുതറിപ്പെടിയുന്ന മുഖം വലിച്ചടുപ്പിച്ചു. പിന്നെ റോസാദളങ്ങൾ പോലുള്ള അതിരങ്ങളിൽ അമർത്തി ചുംബിച്ചു. തൃഷ അവനെ പിന്നിലേക്ക് തള്ളി. റോഷൻ ബല്ലമോടെ അവളെ തന്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചു. ആവുന്നത്ര ശക്തിയിൽ തൃഷ ഒന്ന് കുതറി വലം കൈകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. പക്ഷേ റോഷൻ അവളെ വിട്ടില്ല. വാരിയെടുത്ത് കിടക്കയിൽ കൊണ്ടുവന്ന് കിടത്തി. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. അവളുടെ കഴുത്തിലൂടെ അവന്റെ വിരൽ മാറിടത്തിന് മുകളിലെത്തി. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇനി ഒരിക്കലും റോഷനെ ശല്യമായി വരില്ല. വല്ലാത്തൊരു ശബ്ദത്തോടെ അവൻ ചിരിച്ചു. പക്ഷേ അറിയാതെ തൃഷ അവനിലേക്ക് അടുക്കുകയായിരുന്നു. തൃഷ കുതറിപ്പിടയാതെ അങ്ങനെ അങ്ങ് കിടന്നു കൊടുത്തു. മൗന സമ്മതം കൊടുക്കേണ്ടി വന്നു അവൾക്ക്. ഒരു മാന്ത്രികനെ പോലെ അവൻ തന്നിലേക്ക്. ഇത്രയുമായിട്ടും ഇനി ഒന്നും ചെയ്യാതെ വിടുന്നതും ശരിയല്ലല്ലോ മോളെ. അവളുടെ മാറത്തു നിന്നും സാരി ഊർന്നു വീണു.
വിറക്കുന്ന അവന്റെ ചുണ്ടുകൾ അവളുടെ മേനിയാകെ അരിച്ചിറങ്ങി. അവളുടെ മാറിടത്തിൽ അവന്റെ ചുണ്ടുകൾ നിമിഷങ്ങളോളം അമർന്നു കിടന്നു. വിറപൂണ്ട ആദരങ്ങൾ പിന്നെയും താഴേക്ക് അരിച്ചിറങ്ങി. തൃഷയുടെ കണ്ണുകൾ നിറഞ്ഞു, നെഞ്ചു പിടഞ്ഞു. ഒരു പെണ്ണ് എന്തിനേക്കാൾ വില കൽപ്പിക്കുന്നത് എല്ലാം ഇയാൾ കവർന്നെടുത്തു കഴിഞ്ഞു. ഇനി എന്തിനു ജീവിക്കണം? ഇനി ഈ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇന്ന് താൻ പരിശുദ്ധയല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇനി ഒരാൾ വിവാഹം കഴിച്ചാൽ അത് തൻ്റെ കോടികൾ മോഹിച്ചു മാത്രമായിരിക്കും. എടി, ഇനി നീ കേസ് കൊടുക്കും. നിന്നെ ഞാൻ റേപ്പ് ചെയ്തെന്ന് എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി.